കുറച്ചു ദിവസം മുമ്പ് നമ്മള് പാമ്പിനെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു പെറ്റായിട്ട്. 2 ദിവസം മുമ്പ് മെഞ്ഞാന്ന് രാവിലെ കൂട്ടിന് നോക്കുമ്പോ അതില്ലാതെ എങ്ങനെയോ ആ കൂട്ടിന് എസ്കേപ്പ് ആയിപ്പോയി. 2 ദിവസമായിട്ട് നമുക്കിപ്പോ ഫംഗ്ഷൻ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ആ വീഡിയോ ഒന്നും ഇടാഞ്ഞ്. ഇത് ഭയങ്കര ഡിപ്രസിംഗ് ആണ്. അവരുടെ പ്രിയപ്പെട്ട ഒരു പെറ്റിനെ കാണാതെ പോയി. അതൊരു പാമ്പായതുകൊണ്ട് തന്നെ കമന്റ് ബോക്സിൽ ധാരാളം ആളുകൾ അവരെ കളിയാക്കുന്നൊക്കെ ഉണ്ട്. പാമ്പിനെയൊക്കെ വളർത്തുക എന്ന് പറയുന്നത് ഇപ്പോൾ പുതിയ കാലത്ത് എക്സോട്ടിക് പെറ്റ്സിന്റെ കാറ്റഗറിയിലുള്ള പെറ്റ്സിനെ കളക്ട് ചെയ്യുന്ന ആളുകളുടെ ഒരു മുഖ്യ വിനോദമൊക്കെയാണ്. ഈ പാമ്പ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന അണലിയും മൂർക്കനും രാജവെമ്പാലയും ഒന്നുമല്ല. ഇത് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പൈത്തൺ അടക്കമുള്ള പാമ്പുകളൊക്കെയാണ്. നമ്മുടെ നാട്ടിൽ കൂടെ നടക്കുന്ന പൈത്തനെ ആണെങ്കിലും പിടിച്ച് കൂട്ടിലിട്ട് വളർത്താനായിട്ടുള്ള ഒരു അനുവാദം നമുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് പുറത്തു നിന്ന് ഇത്തരത്തിലുള്ള ജീവികളെയൊക്കെ ആളുകൾ കൊണ്ടുവരുന്നത്. ഇതിന്റെ ഒരു ഇഷ്യൂ കിടക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല ആളുകളും പെറ്റ്സിനെ വാങ്ങുന്നത് ജെന്യൂൻ ആയിട്ടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പലപ്പോഴും വഴിയിൽ ഉപേക്ഷിക്കപ്പെടുന്ന ധാരാളം പെറ്റ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കത്തില്ല. എക്സോട്ടിക് പെറ്റ്സിന്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഈ ഒരു നാട്ടിലെ ജീവികളല്ല. അപ്പോൾ ഈ ഒരു നാട്ടിലെ ജീവികളുമായി ഇത് ഇണചേരുകയോ അല്ലെങ്കിൽ ഈ ഒരു നാട്ടിൽ പെറ്റുപെരുകയോ ചെയ്തു കഴിഞ്ഞാൽ അത് ഈ ഒരു നാടിന് വേണ്ടതല്ല. നമ്മുടെ നാട്ടിലേക്ക് ഇങ്ങനെയുള്ള വിദേശ ജീവി സസ്യ വർഗ്ഗങ്ങളെ കൊണ്ടുവരുന്ന ആളുകൾ വല്ലാതെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഈ കൗതുകം അവസാനിച്ച് കഴിയുമ്പോൾ ഇത് ബാക്കിയുള്ള ആളുകൾക്ക് പണിയാൻ സാധ്യതയുണ്ട്. ഇപ്പോൾ റീലിൽ കണ്ട ആളുകൾ വേറെ ഏതോ നാട്ടിൽ ജീവിക്കുന്ന ആളുകളായിരിക്കാം. നമുക്കതിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം.